REC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു ഗോദ്റേജ് 110ൻ്റെ ഇൻവെർട്ടർ സ്പ്ലിറ്റ് എസിയുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ യൂണിറ്റ് ഓണാക്കി അപ്പോൾ തന്നെ കാണിക്കുന്ന എറർ കോഡ് എന്ന് പറയുന്നത് F2 ആണ്. F2 എറർ കോഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ പറയുന്നത് അത് ഇൻഡോർ ആംബിയൻറ്റ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ എറർ ആണെന്നാണ് പറയുന്നത്. സ്പ്ലിറ്റ് എസിയിൽ രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ സെൻസറുകളാണ് വരുന്നത്. ഇതിനെ നമ്മൾ തെർമിസ്റ്ററുകൾ എന്നാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ആകുന്ന സെൻസറുകളാണ് ഇത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പൈപ്പ് തെർമിസ്റ്റർ അതല്ലെങ്കിൽ ഫ്രീസ് പ്രൊട്ടക്ഷൻ തെർമിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇത് ഇവാപ്പറേറ്ററിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള സെൻസറാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെൻസറിനെ നമ്മൾ റൂം എയർ ടെമ്പറേച്ചർ തെർമിസ്റ്റർ അല്ലെങ്കിൽ സെൻസർ എന്ന് പറയുന്നു. അപ്പോൾ റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ എയറിൻ്റെ ടെമ്പറേച്ചറാണ് ഇത് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെൻസറിനായിരിക്കും പ്രോബ്ലം ഉള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് സെൻസറുകളും ആ PCBയിൽ നിന്ന് സർക്യൂട്ട് ബോർഡിൽ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഈ രണ്ട് സെൻസറിൻ്റെയും റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊരു ഡിജിറ്റൽ ക്ലാമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ക്ലാമീറ്റർ എടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാമ്പ് മീറ്ററിൻ്റെ നോബിൻ്റെ ഓപ്ഷൻ 20 കിലോ ഓം എന്ന പോയിന്റിലേക്കാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് റൂം എയർ തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തെർമിസ്റ്ററിൻ്റെ രണ്ട് പോയിൻറ്റുകളും ക്ലാമ്പ് മീറ്ററിൻ്റെ രണ്ട് പ്രോബിനോട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ക്ലാമ്പ് മീറ്ററിൻ്റെ ഡിസ്പ്ലേയിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഈ തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നത് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കുറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തെർമിസ്റ്റർ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ അതിനനുസരിച്ച് ആ തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്നുണ്ടോ എന്ന് നോക്കുക. കൂടുന്നുണ്ടെങ്കിൽ ആ തെർമിസ്റ്റർ നല്ലതാണ്. അപ്പോൾ ഈ സെൻസർ ഞാൻ 2-3 തവണ ചെക്ക് ചെയ്ത് നോക്കി. അപ്പം വെള്ളത്തിൽ മുക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ആ തെർമിസ്റ്റർ ജസ്റ്റ് കൈക്കുള്ളിൽ പിടിച്ചാൽ മതി. അപ്പോൾ കയ്യിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നിങ്ങൾ കുറയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിരുന്നു, പക്ഷേ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പൈപ്പ് തെർമിസ്റ്ററാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തെർമിസ്റ്ററിൻ്റെ രണ്ട് കണക്ഷൻസ് നമ്മൾ ക്ലാമോമീറ്ററുമായിട്ട് പ്രോബുകൾ വഴി കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തപ്പോൾ തൊട്ട് അതിൽ കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 24 ഓമാണ്. അതിനുശേഷം ആ തെർമിസ്റ്റർ വെള്ളത്തിൽ മുക്കി നോക്കിയപ്പോഴും ആ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. അത് അതേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പൈപ്പ് തെർമിസ്റ്റർ ഡിഫക്റ്റീവ് ആണ് എന്നാണ്. ഇനി അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നതാണ്. പുതിയ ഒരു പൈപ്പ് തെർമിസ്റ്റർ വാങ്ങി. അതിൻ്റെ വില 70 രൂപയാണ്. ഇത് എല്ലാ തരത്തിലുള്ള സ്പ്ലിറ്റ് എസികളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്കിതൊന്ന് യൂണിറ്റിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇരുന്ന പൈപ്പ് തെർമിസ്റ്റർ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പുതിയ പൈപ്പ് തെർമിസ്റ്റർ അതിൽ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന പോർട്ടിലാണ് നമുക്ക് ആ രണ്ട് തെർമിസ്റ്ററും കൂടെ കണക്ട് ചെയ്യേണ്ടത്. അതിന് രണ്ടിനും കൂടെ ഒറ്റ പിന്നാണ് ഉള്ളത്. ഇനി ചില ടൈപ്പ് സ്പ്ലിറ്റ് എസികളിൽ ഈ രണ്ട് തെർമിസ്റ്ററും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പിന്നുകളുണ്ടാവും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ പുതിയ പൈപ്പ് തെർമിസ്റ്റർ നമ്മൾ പഴയ ആ കണക്റ്റിംഗ് വയറിൽ കണക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇത് ജസ്റ്റ് യൂണിറ്റിൽ കണക്ട് ചെയ്ത് ഒന്ന് ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് ആ തെർമിസ്റ്റർ ഇവാപ്പറേറ്ററിൻ്റെ സൈഡിലുള്ള സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ യൂണിറ്റ് ഓണാക്കുന്ന സമയത്ത് ആദ്യം ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതിനുശേഷം അടിയിലുള്ള ലൂവർ മൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫാൻ ഓണാകുന്നതാണ്. പവർ സപ്ലൈ ഓൺ ചെയ്ത സമയത്ത് ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞിട്ട് അടിയിലുള്ള ലൂവർ മൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവാപ്പറേറ്റർ ഫാൻ ഓണായി. അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം സ്പ്ലിറ്റ് എസി ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെൻസർ ഊരി മാറ്റി. ഇനി നമ്മൾ കണക്ട് ചെയ്ത ഭാഗത്ത് സോൾഡർ ചെയ്യണം. അപ്പോൾ അത് സോൾഡറിങ് ചെയ്യണം. ലെഡ് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോൾഡർ ചെയ്തില്ല എങ്കിൽ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വൈബ്രേഷൻ കാരണം അത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും സോൾഡർ ചെയ്യുക. സോൾഡറിങ് രണ്ടും ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ആ രണ്ട് ജോയിൻറ്റുകളും നന്നായിട്ട് കവർ ചെയ്യുക.
ആ 2 ജോയിൻറ്റുകൾ നമ്മൾ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്തില്ല എങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈർപ്പം കയറി ആ 2 ജോയിൻറ്റുകളും വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം PCBയിലേക്ക് ആ തെർമിസ്റ്ററിൻ്റെ കണക്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവാപ്പറേറ്ററിൻ്റെ മുകളിലുള്ള സോക്കറ്റിലേക്ക് പൈപ്പ് തെർമിസ്റ്റർ നന്നായി കടത്തി വെക്കുക. അതുപോലെ റൂം എയർ തെർമിസ്റ്റർ ഇതിൻ്റെ യൂണിറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇരുന്നത്. അതും പഴയ പോലെ തന്നെ കണക്ട് ചെയ്തു. അതിനുശേഷം PCBയുടെ മുകളിലുള്ള ആ ബോക്സ് അതാണിപ്പോൾ കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം നേരത്തെ ഊരി മാറ്റിയ ഔട്ടർ കവർ നമ്മൾ യഥാസ്ഥാനത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഔട്ടർ കവറിൻ്റെ മുകളിലായിട്ട് 3 ലോക്കുകളുണ്ട്. ഈ ലോക്കുകൾ കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഔട്ടർ കവറിൻ്റെ മുകളിലുള്ള സ്ക്രൂകളാണ്. അപ്പോൾ അത് ലോവറിൻ്റെ അടിയിലായിട്ട് 1 സ്ക്രൂവും ലോവറിൻ്റെ മുകളിലായിട്ട് 3 സ്ക്രൂകളുമാണ് ഉള്ളത്. യൂണിറ്റിൻ്റെ ഏറ്റവും വലതുഭാഗത്തായിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനുള്ളിൽ കൂടെയാണ് ഡിസ്പ്ലേയിലേക്കുള്ള വയർ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ കൂടാതെ റിമോട്ടിൻ്റെ റിസീവർ എന്നീ കമ്പോണൻറ്റുകളാണ് ഉള്ളത്. അതിൻ്റെ ബാക്കി ഭാഗത്തായിട്ട് 2 ചെറിയ സ്ക്രൂകളാണ് ഈ യൂണിറ്റിലുള്ളത്. ഡിസ്പ്ലേ ഫിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ആ 2 എയർ ഫിൽറ്ററുകളും യൂണിറ്റിലേക്ക് എടുത്തു വെക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതോടെ നമ്മളുടെ വർക്കുകളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഡോറ് താഴേക്ക് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഓണാക്കുക. യൂണിറ്റ് ഓണാക്കി നോക്കിയപ്പോൾ അതിൻ്റെ എറർ കോഡ് മാറിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡോർ യൂണിറ്റ് ഓണായി അല്പസമയത്തിന് ശേഷം ഔട്ട്ഡോർ യൂണിറ്റിലെ കംപ്രസറും കണ്ടൻസർ ഫാനും വർക്ക് ചെയ്തു. പഴയതുപോലെ തന്നെ നല്ല കൂളിങ്ങും കിട്ടാൻ തുടങ്ങി. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.